ഹലോ ഫ്രണ്ട്സ്, തനിയാടൻകോടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാ പ്രാവശ്യവും കോഴിക്കൂട് ഉണ്ടാക്കുക, കോഴികളെ വളർത്തുക, കോഴികളെ പരിപാലിക്കുക, അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട മരുന്ന്, അങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ കോഴികളിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഉപയോഗിച്ചിട്ട്, അതായത് കോഴിക്കാഷ്ടം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇതുവരെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതും അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടൊന്ന് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നല്ലൊരു വേനൽക്കാലമാണല്ലോ. ഈ വേനൽക്കാല സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോഴിക്കാഷ്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ വളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ വളം ഉപയോഗിച്ച് നമ്മൾ കുറച്ച് പച്ചക്കറി നട്ടിട്ട് നല്ല വിളവും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റില്ല ചെറിയൊരു വീഡിയോ കേട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ കോഴിക്കാട്ടം എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ചെയ്ത് നമ്മൾ വളം ആക്കുന്നതെന്നുള്ളതും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ടോ. അപ്പോൾ അതൊന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലത്തെ വളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആട്ടോ, പെട്ടെന്ന് തന്നെ കായ്ഫലങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം എന്താണെന്നുള്ളത് കൂടുതൽ നമുക്ക് പച്ചക്കറി നടുന്നതും അതുപോലെ തന്നെ വിളവായതൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൃഷിഭവൻ നമുക്ക് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ഒടിഞ്ഞു പോയിട്ടോ, പയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ വഴുതനുണ്ട്, മുളകുണ്ട്, വഴുതനുണ്ട്, വെണ്ടക്ക ഉണ്ട്, തക്കാളി ഉണ്ട്, പയറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നടണം. അതപ്പം ഇന്നത്തെ കുറച്ച് നേരത്തെ ഒരു പണി. അപ്പോൾ നമ്മൾ ഈ ഭാഗം സെറ്റാക്കി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് മുളക് നടണം. ഈ മുളകിൻ്റെ സെറ്റിൻ്റെ കൂടെ തന്നെ ഒരു 5-6 മുളക് തൈകളുണ്ട്. അപ്പം അത് നടണം. അതിനാണ് ഇപ്പം നമ്മളിവിടെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നോരോന്ന് നിശ്ചിത അകലത്തിൽ നമുക്ക് നടുക. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴികളാണ്. നമ്മളെ കോഴികൾ തന്നെ ഇത് വന്ന് ചിക്കിയെടുത്ത് നല്ല തളിര് പോലത്തെ ഇലകളാണല്ലോ നല്ല. അപ്പോൾ അതൊരു തുമ്പ് കൊത്തി കഴിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ വല ഇട്ടിട്ടുമില്ല. കഴിഞ്ഞ തവണയൊക്കെ വല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വലയൊക്കെ എടുത്ത് കൂടിൻ്റെ മുകളിലിട്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് കുറവാണ്. അപ്പോൾ നോക്കുക, കുറച്ച് റിസ്ക് ആണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം.
ഒരു 6 എണ്ണം നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നടൽ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടോ, ഇനി നനയ്ക്കുക. നമുക്കിപ്പോൾ കോഴീനെ നന്നായിട്ട് പേടിക്കണം. നമ്മളെ കോഴികൾ തന്നെ നമുക്ക് പണി തരുമായിരിക്കും, അതപ്പോൾ പേടി. അപ്പോൾ നമ്മളിതാ ഇവിടെ കുമ്പളത്തിൻ്റെ കൂടെ ഇവിടെ വെണ്ട നട്ടിട്ടുണ്ട്. പിന്നെ ഇതേ പാത്രങ്ങളിലൊക്കെ തക്കാളി ഓരോ വീതം നട്ടിട്ടുണ്ട്. അപ്പുറത്ത് വഴുതന അവിടെയാണ് നട്ടത് കേട്ടോ. ഇവിടെ നമ്മൾ ഇടിച്ച് നിരത്തി ശരിയാക്കി നട്ടതാണ്. പിന്നെ ഇത് നമുക്ക് ഇവിടെ നനച്ചു കൊടുക്കാം. എല്ലാവർക്കും ഓരോ കപ്പ് വീതം. ഇനി കോഴി വന്നാൽ അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി നട്ടിട്ട് നമ്മൾ 18 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 18 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള അപ്ഡേഷനും കാര്യങ്ങളാട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല വളർന്നിട്ടുണ്ട്, കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളത് എല്ലാവരും പുറകിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യം ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മളെ വളം എന്താ കണ്ടില്ലേ, കൂത്താടിയൊക്കെ ഉണ്ട്. ഇതിനകത്ത് നിന്ന് കൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂത്താടി നമ്മൾ ഗപ്പിക്ക് എടുത്ത് കൊടുക്കും കേട്ടോ. നമ്മളെ ഗപ്പിക്ക് ആരും കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട, നമ്മൾ ഗപ്പിക്കാണ് കൊടുക്കുക. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യാനുസരണം നമ്മൾ അരിപ്പേരെടുക്കും പിടിക്കും കൊടുക്കും. ഒരു പാത്രത്തിൽ കലക്കി വെച്ചാണ്. അതായത് കുറച്ച് ഒരു കപ്പ് എല്ലുപൊടി, ഒരു 10 കപ്പ് കോഴിക്കാട്ടം, ഉണക്ക കോഴിക്കാട്ടം, പിന്നെ ചീമക്കൊന്നേൻ്റെ ഇല ഒക്കെ കൂടെ ഇട്ടിട്ട് ഒരു 5 ദിവസം വെക്കുക. 5 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചീഞ്ഞ് വരും. അപ്പോൾ അതിനകത്തുനിന്നൊരു 2 കപ്പ് എടുക്കുമ്പം 5 കപ്പ് വെള്ളം എന്നുള്ള മട്ടിലെടുക്കുക. അല്ലാതെ എടുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ എടുത്തുണ്ടാക്കിയ വളാട്ടോ. ഫസ്റ്റ് നമ്മൾ നട്ടിട്ടുള്ള നമ്മളെ പയർ തന്നെ ആയിക്കോട്ടെ. ഇതാ പയർ അത്യാവശ്യം വലുപ്പം ആയപ്പോഴത്തേക്കും കായ ഉണ്ടായിട്ടോ. അതാ കണ്ടില്ലേ, 2 കായ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം പൊന്തി ഇതാ വന്നിട്ടുണ്ട്. പിന്നെ വെണ്ട വെള്ളം എന്താ പറയുക, ചെറിയൊരു വെയിൽ കുറവാണ്ടാണ് അറിയില്ല, ഇത് അത്ര വളർച്ചയായിട്ടുള്ളൂ. പക്ഷേ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള വെണ്ടകൾക്കൊക്കെ ചെറിയ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, എന്താ അറിയില്ല. പിന്നെ നമ്മളെ മുളക് 18 ദിവസമായിട്ടല്ലേ ഉള്ളൂ. നമ്മളെ മുളകൊക്കെ അതാ പൂവ് കുത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റായിട്ടുണ്ട്. 2 എണ്ണം ഇവിടെയുള്ള കോഴി കൊത്തിപ്പോയിട്ടോ. അത് ഉണ്ടാവുന്നുണ്ട്, കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മളുടെ ഫസ്റ്റത്തെ മുളക് മരം അതാ ഇവിടെ കിടക്കണം. ഇതിനകത്തുനിന്ന് ഒരു 10-48 മുളക് നമ്മൾ പറിച്ചിട്ടോ. ഈ ഒരൊറ്റ മുളക് മരത്തിൽ നിന്ന് ഒരൊറ്റ പറക്കിൽ ഫസ്റ്റ്. ബാക്കി ഇനിയുണ്ട് ഒരു 10-25 മുളക് ഇനിയുണ്ട്. ഇതാ കണ്ടില്ലേ, സൈഡിലൊക്കെ ആയിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ താഴെ ഭാഗത്തൊക്കെ ഉണ്ട്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പച്ചക്കറികളുടെ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു നമ്മളെ ചെടിച്ചട്ടി മനസ്സിലാവും. ഇതിനകത്ത് നമ്മളൊരു വെള്ളരിയാണോ കുമ്പളാണോ മത്തനാണോ അറിയാത്തൊരു സാധനം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തനാന്നുള്ള നിഗമനത്തിൽ എത്തിയിരുന്നു. പക്ഷേ ശരിയാണ്, മത്തൻ തന്നെയാണ്. പോയി ഇതാ കണ്ടില്ലേ, അങ്ങ് പോയി പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ കായ കുത്തിയിട്ടുണ്ട്, 2-3 കായ. അത് പിടിക്കുമോയെന്നറിയില്ല, ആൺപൂവാണല്ലോ. പിന്നെ അതാ ബാക്കിയുള്ള ചട്ടിയിലൊക്കെ കണ്ടില്ലേ തക്കാളി. ഈ ഒരു തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയായിരുന്നു, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ അത് പൂത്തിട്ട് ഒരൊറ്റ കായ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള പൂവായിക്കോളും. കണ്ടില്ലേ, അതാ ഒരു കായ കുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു കായ ഉണ്ടായിട്ടുണ്ട്. ബാക്കി പൂ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റേതിൻ്റെ കൂടെയുള്ള വെണ്ട കേട്ടോ. അത് 2 വെണ്ടകൾ ഇതാ വെണ്ട കായ്ച്ചിട്ടുണ്ട്. ഈ വെണ്ട നല്ല അത്യാവശ്യം വളർച്ച എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും കായ ഉണ്ടായിട്ടുണ്ട്. ഒരു കായ നമ്മൾ പറിച്ചിട്ടോ, ഒരു കായ ഉണ്ടായിട്ടുണ്ട്. മറ്റേ ഇതൊരു കായ ഉണ്ടായിട്ടുണ്ട്.
ഈ ഒരു തക്കാളി ഇതാ പൂവ് ഇട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് ഹൈറ്റ് കൂടി ഡ്രമ്മിലിട്ടിട്ടുള്ള വെള്ളിരിട്ട് അതൊക്കെ കായ്ച്ചിട്ടു. ഇതൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്, നല്ലോണം പൂവുണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് കായും എന്തോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വളം ഏതാ ചെയ്ത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു വളം കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഉപയോഗിക്കുക. കണ്ടില്ലേ, കായ നന്നായിട്ട് അവിടെയൊക്കെ കായകൾ ഉണ്ടായിട്ടുണ്ട്. സെറ്റപ്പാണ് ഇത്. നമ്മളുടെ പീച്ചിങ്ങ കേട്ടോ, പീച്ചിങ്ങ നട്ടാണ്. പീച്ചിങ്ങ കായ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ അതാ കണ്ടില്ലേ, കായയോട് കൂടിയുള്ള വെൺപൂക്കളാട്ടോ. അത് ഫുള്ള് അവിടെയൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ തക്കാളി ഇതിനകത്തൊക്കെ നട്ട തക്കാളിയൊക്കെ കായ്ച്ച് കണ്ടില്ലേ, നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. എല്ലാ ചെടികൾക്കും ഒരു കുഴപ്പമൊന്നുമില്ല, ഒക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ച് ലോങ്ങെന്ന് കാണിച്ചു തരാം. നട്ടപ്പുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഫസ്റ്റ് ഭാഗത്ത് കണ്ടവർക്ക് മനസ്സിലാവും. അതിനകത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. നടുമ്പുള്ളത് ഇങ്ങനെയല്ലായിരുന്നു. പിന്നെ നമ്മൾ നട്ടിട്ടുള്ള മത്തനൊക്കെ വള്ളി പോലെ ആയി ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ അടിയിൽ കോഴിക്കാട്ട വളർട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നത്. ഒരു ടൈമിൽ വളർച്ച വന്നില്ല, പിന്നെ പെട്ടെന്നാണ് വളർച്ചയും കാര്യങ്ങളൊക്കെ സെറ്റായത്. അത്യാവശ്യം നല്ല ഉണ്ടല്ലേ, ചോറൊക്കെ നല്ല കരുത്തോടു കൂടി വളർന്നിട്ടുണ്ട്. സെറ്റപ്പാണ്. ഇതിനകത്തുള്ളത് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നട്ട മത്തനൊക്കെ കണ്ടില്ലേ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാട് പോലെ ആയിട്ടോ. ഇതൊക്കെ മേലോട്ടേക്ക് നമുക്ക് പടർത്തണം. അതിലങ്ങനെ മതിലുണ്ട്, കാടാണ്. അവരിങ്ങനെ പടർത്തി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിക്കോളും. ഇവിടെ നട്ട തക്കാളിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു കപ്പളങ്ങ ചെറിയൊരു കപ്പളങ്ങയായിരുന്നു. ഇവർക്ക് കൊടുക്കുന്ന വെള്ളവും വളമൊക്കെ വലിച്ചാണ്ട് ആളിപ്പോൾ സാറായിട്ടോ. പിന്നെ നമ്മളെ വഴുതനതാ, ഇടയ്ക്കിടയ്ക്ക് വഴുതനൊക്കെ ഉണ്ട്. അവിടെ കണ്ടില്ലേ, എല്ലായിടത്തും വഴുതന ഉണ്ട്, എല്ലാ സാധനം ഉണ്ട്. ഒക്കെ ഇപ്പോൾ ഈ മത്തൻ്റെ വള്ളി പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇവിടെ ഒരു കാട് പിടിച്ച പോലെ കിടക്കും. ഇനിയിപ്പോൾ മത്തന് വെള്ളരി നമ്മളെ വഴുതനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സെറ്റാവണമെങ്കിൽ മത്തം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ, ഇല ഉണ്ടാവില്ല, ഉണങ്ങിപ്പോയി ഉണ്ടാവും. ബാക്കി അങ്ങനെ പോവുക ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളെ പച്ചക്കറീൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ, കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഗതി പരിചയപ്പെടുത്തി തരാം. ഇതുണ്ടല്ലേ, നമ്മളെ പൈപ്പ് കൃഷി. നെല്ല് നടാതെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം നല്ല വെയിലായതുകൊണ്ട് നമ്മൾ മുളകാട്ടോ നട്ടിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മല്ലി മുളകൊക്കെ അല്ലേ, അങ്ങനത്തെ ഈ മുളക് നമ്മൾ ഉണക്കാൻ വെച്ചതിന് കുറച്ച് വിത്ത് കിട്ടി. അത് നമ്മൾ മുളപ്പിച്ച് അത് ഇതിനകത്ത് നട്ട്, വേറെ മുളപ്പിച്ചിട്ട് ഇതിനേക്കാളും ചെറിയ പരിവായിരുന്നു അപ്പോഴാണ് നമ്മൾ നട്ടത്. ആ വീഡിയോ ഞാൻ ഇതിലുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ നട്ടിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിനകത്ത് പോട്ടിംഗ് മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കാട്ട, മെയിനായിട്ട് നമ്മളെ കോഴിക്കാട്ടാട്ടോ. കോഴിക്കാട്ടവും പിന്നെ അതുപോലെ തന്നെ കോഴിക്കാട്ടുണ്ട്, കുറച്ച് എല്ലുപൊടി ഉണ്ട്, പിന്നെ മണ്ണ്, കരിയില, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അല്ലേ, ഓരോന്നോരോന്ന് ഇടവിട്ടാട്ടോ നട്ടത്. ഇത് വലുതാകുമ്പോൾ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുപ്പിച്ച് ഹോളിൽ നട്ട് കഴിഞ്ഞാൽ വളർച്ച അങ്ങനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ വിട്ടാട്ടോ നട്ടത്. അത്യാവശ്യം 4-5 ഇലയൊക്കെ ആയിട്ടുണ്ട്. ആവശ്യത്തിലേറെ ഇതിലുള്ളതുകൊണ്ട് നമുക്ക് അതിന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇടയിലൊരു കപ്പളങ്ങാശ ഉണ്ടായിട്ടോ, നമ്മളെ റെഡ് ലേഡി ആട്ടോ. കണ്ടില്ലേ, ഇവിടെ നിന്ന് തൊട്ട് കായ ഉണ്ടായിരുന്നു. ഒക്കെ നമ്മൾ പറിച്ചതാണ്. എല്ലാവർക്കും നമ്മളെ അയൽവക്കത്തുള്ളവർക്കൊക്കെ കൊടുത്ത് തീർത്താട്ടോ. വലിയ കായന് 4-5 കിലോ വരെയുള്ള കായ വരെ ഉണ്ടായിട്ടുണ്ട് ടൈമിൽ. ഇപ്പോൾ ഒരു 3 കിലോയൊക്കെ പരിവുള്ള കായാട്ടുള്ളത്. ഒരു 3.5 കിലോൻ്റെ അടുത്തുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച്. ഇനി അടുത്ത പ്രാവശ്യം പറിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വിത്താട്ടോ ഇത്, കണ്ടില്ലേ, വെറുതെ ഇട്ടായിരുന്നു മുളച്ചുണ്ടായിട്ടുണ്ട്. എൻ്റെ ഈ ഒരു വണ്ണം കണ്ടാൽ അറിയാം. കണ്ടില്ലേ നല്ല കരുത്തോടെ ഉണ്ടാവുന്നത്. ഇത് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ വന്നപ്പം 2 കൂടെ നട്ടു നോക്കിയാൽ 2 ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതാണ് നമ്മുടെ പച്ചക്കറീൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ.